അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പറവണ്ണ GMUP സ്കൂൾ വാർഷികാഘോഷം 28-29. വെട്ടം പഞ്ചായത്തിലെ പറവണ്ണയിൽ 125 വർഷം പിന്നിടുന്ന പറവണ്ണ GMUP സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന CT ജമാലുദ്ദീൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും മാർച്ച് 28-29 തീയതികളിലായി അക്ഷരചാകര എന്ന പേരിൽ നടത്തുന്നു. പറവണ്ണ GMUP സ്കൂളിന്റെ 125 വാർഷികമാണ് വളരെ പ്രൗഢിയായി ഈ വരുന്ന 28-29 തീയതികളിലായി നടത്തപ്പെടുന്നത്. ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2 മാസക്കാലമായി അനുബന്ധ പരിപാടികൾ ഒട്ടനേകം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള 1900 സ്ഥാപിച്ച ഒരു സ്കൂളാണ് പറവണ്ണ GMUP സ്കൂൾ, ഇന്ന് നിലവിലുള്ള GMUP സ്കൂൾ. അപ്പോൾ ഇവിടെ പഠിച്ച ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ തിരൂർ പ്രദേശത്തുള്ള ഹൈ പ്രൊഫൈലിൽ ഇന്ന് നമ്മുടെ ഈ സൊസൈറ്റിയെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അധിക ആളുകൾ, ഡോക്ടർമാരായാലും വക്കീലന്മാരായാലും പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാം നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള തിരൂർ ഭാഗത്തുള്ള ഒട്ടുമിക്ക ആളുകളുടെയും പഠനം പറവണ്ണ GMUP സ്കൂളിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, ഈ സ്കൂൾ തീരദേശത്തെ കുട്ടികളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായി നമ്മളിതിനെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അധ്യാപകർ, നമ്മൾ കഴിഞ്ഞ 10-60 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു പോയ ഒരുപാട് അധ്യാപകർ, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ അധ്യാപകരെയും നമ്മൾ ഇതിൻ്റെ ഭാഗമായി ആദരിക്കപ്പെടുകയാണ്. ജീവിച്ചിരിക്കുന്നവരെ ആദരിക്കപ്പെടുന്നു, മറ്റുള്ളവരെ മരണപ്പെട്ടു പോയവരെ നമ്മൾ സ്മരിക്കുകയും ചെയ്യും. ഫൈസൽ മാഷ് പറഞ്ഞ പോലെ 125 വർഷം പഴക്കമുള്ള നമ്മുടെ നാട്ടിലെ പാരമ്പര്യമുള്ള പൊതുവിദ്യാലയമാണ് പറവണ്ണ GMUP സ്കൂൾ. അതിൻ്റെ 125ാമത് വാർഷികാഘോഷവും അക്ഷരചാകര എന്ന പേരിൽ 28-29 തീയതികൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ദീർഘകാലം നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച് സർവീസിൽ പിരിയുന്ന ജമാലുദ്ദീൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പുണ്ട്. ഇന്നലകളെ വന്നാലും എന്ന പേരിൽ 28 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ തിരൂരിൻ്റെ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി 2 ദിനങ്ങളിലായി നടക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും. ആ വേദിയിൽ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ. GMUP സ്കൂളിൻ്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് നടത്തുന്നത് 28-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലെ തന്നെ പൂർവ്വകാല അധ്യാപകരുടെ സംഗമവും ഒരുമിച്ച് നടത്തുന്നത്. ഈ സംഗമത്തിന് വേണ്ടി പറവണ്ണ GMUP സ്കൂളിൽ പഠിച്ച നിരവധി പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകരെയും നേരിട്ട് പോയി ക്ഷണിച്ച് അവരെ ഈ പരിപാടിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിലെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന വിദ്യാർത്ഥി കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ്. ഈ അവസരത്തിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഒരിക്കൽ കൂടി
ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നടക്കുന്ന പറവണ്ണയിലെ ഒരു മഹോത്സവം തീർച്ചയായിട്ടും GMUP സ്കൂൾ, ആ സ്കൂളിനെ പഴയ ആ പ്രതാപം വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ സംഘാടകർ ഇങ്ങനെ വിപുലമായൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും തീരദേശത്തെ കുട്ടികളാണ് മഹാഭൂരിപക്ഷവും ഇന്ന് ആ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ സ്കൂളിലെ ഈ പരിപാടി വിജയിപ്പിക്കുക, ഓരോ വിദ്യാർത്ഥികളെ അവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഒരു ധാരണയോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ ഏകദേശം 800-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇന്നത്തെ വിദ്യാലയം 1900-ൽ ആരംഭിച്ചതാണ്. നിലവിലുണ്ടായിരുന്ന GMLP സ്കൂൾ പറവണ്ണയും ഹൈസ്കൂളിന്റെ ഭാഗമായിരുന്ന UP സെക്ഷനും ഒരുമിച്ച് ചേർത്ത് GMUP സ്കൂൾ പറവണ്ണയായി മാറി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉപജില്ലയിലെ വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റ്, സഹവാസ ക്യാമ്പ്, കോർണർ PTA-കൾ, മൈലാഞ്ചി ഫെസ്റ്റ്, കവിതാലാപന മത്സരം എന്നിവ നടന്നു. 28-ാം തീയതി ഇന്നലകളെ വന്നാലും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും, അങ്കണവാടി കുട്ടികളുടെ കലാപരിപാടികളും വിവിധ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളുടെ സംഗമവും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും നടക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര IAS നിർവഹിക്കും. മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജേഷ് KP മുഖ്യാതിഥിയാകും. തുടർന്ന് മെന്റലിസ്റ്റ് താഹിർ നയിക്കുന്ന മൈൻഡ് ആൻഡ് ഇല്യൂഷൻ മാജിക്കൽ ഷോയും ഷെഫിൻ ഫരീദിന്റെ നേതൃത്വത്തിൽ ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷനും ഉണ്ടായിരിക്കും. വാർഷികാഘോഷ പരിപാടികളുടെ സമാപന ദിവസമായ 29-ാം തീയതി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളായ വർണ്ണോത്സവം അരങ്ങേറും. വൈകിട്ട് 3 മണി മുതൽ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് യാത്രയപ്പ് സമ്മേളനവും നടക്കും. സമ്മേളനം തിരൂർ AEO RP ബാബുരാജൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനുമായ റഷീദ് പാറക്കൽ മുഖ്യാതിഥിയാകും. റിട്ടയർഡ് ആകാശവാണി വാർത്താവതാരകൻ ഹക്കീം കുട്ടായി മുഖ്യപ്രഭാഷണം നടത്തും. 125 വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന നൃത്താഞ്ജലി എന്ന മെഗാ നൃത്താവിഷ്കാരം ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാണ്. തുടർന്ന് പട്ടുറുമാൽ ഫെയിം നൌഷാദ് തിരൂർ നയിക്കുന്ന ഇശൽ തിര എന്ന ഗാനോത്സവത്തോടുകൂടി വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമാകും. സ്വാഗത സംഘം ചെയർമാൻ ഫൈസൽ M, സ്കൂൾ ഹെഡ് മാസ്റ്റർ V. അബ്ദുൽ സിയാദ്, SMC ചെയർമാൻ ഷിഹാബ് P, OSA ഭാരവാഹികളായ അബ്ദുൽ നാസർ AP, സംഘാടക സമിതി അംഗം അബ്ദുൽ ഷുക്കൂർ MK, CT ജമാലുദ്ദീൻ മാസ്റ്റർ, സംഘാടക സമിതിയുടെ മീഡിയ ചുമതല വഹിക്കുന്ന നൌഷാദ് PP എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.